ഹായ്. മനുഷ്യർ പക്ഷികളെ പോലെയാണെന്ന് പറയും, അല്ലെങ്കിൽ മനുഷ്യരും പക്ഷികളും അവസാന സമയത്ത് ഒരുപോലെയാണെന്ന് പറയാം. കാരണം പക്ഷികൾ അവരുടെ സായന്തന സമയം, അവസാന സമയം ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ കിടന്ന് ആരും കാണാതെ അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കും. എവിടെയെങ്കിലും നമ്മൾ ഈ പക്ഷികൾ ചത്തുവീഴുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാക്കകൾ ഒരു പക്ഷേ ലൈനിലൊക്കെ തട്ടിയിട്ട്, ഇലക്ട്രിക് ലൈൻ തട്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ കാണാൻ പറ്റും. പക്ഷേ മറ്റു പക്ഷികളെ നമ്മളങ്ങനെ കാണാറില്ല. പക്ഷേ മനുഷ്യർക്കൊരു വ്യത്യാസമുണ്ട്. അവനവൻ്റെ പ്രായമാകുന്ന സമയത്ത് നല്ല ബാല്യകാലം, നല്ല കൗമാരക്കാലമൊക്കെ ജീവിച്ച് തീർന്ന, അല്ലെങ്കിൽ സ്വന്തം അങ്ങാടിയോ അങ്ങനെ നാട്ടിലൊക്കെ ആയിക്കോട്ടെ, അവസാന സമയമാകുമ്പം വീടുകളിലേക്ക് ഒതുങ്ങിക്കൂടും. പിന്നെ ആരെക്കുറിച്ച് നമ്മളങ്ങനെ ചിന്തിക്കാറില്ല. നമ്മുടെ പരിചിതമായ മുഖമായിരിക്കും, സ്ഥിരമായിട്ട് കാണുന്ന ആളുകളായിരിക്കും. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചെന്നോ അവരോടെ പോയെന്നൊന്നും നമുക്ക് നോക്കാനൊന്നും അങ്ങനെ കൂടുതൽ സമയം കിട്ടിയെന്ന് വരില്ല. എന്നാൽ ഇന്നത്തെ യാത്ര അങ്ങനെ ഒരാളെയും തിരഞ്ഞിട്ടാട്ടോ. ഇത് എൻ്റെ ഇഷ്ടരഥത്തിലാണെന്ന് യാത്ര. നാട്ടിൽ തന്നെ എൻ്റെ നാട്ടിലൊരു അപ്പുവൈദ്യരുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പം കാലം തൊട്ടേ നാട്ടിലൊരു ഡോക്ടറായിരുന്നു അദ്ദേഹം. നാട്ടിൻ്റെ ഒരു വൈദ്യൻ എന്നൊക്കെ പറയാം, ഡോക്ടർ എന്നും പറയാം. അപ്പോൾ അദ്ദേഹത്തിനെ തിരഞ്ഞൊരു യാത്രയാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളാവട്ടെ എന്ന്. അപ്പോൾ ഒന്ന് പോയി നോക്കിയാലോ. അപ്പേട്ടാ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഞങ്ങളെ നാട്ടിലെ പഴയകാല വൈദ്യർ, ഡോക്ടർ, അന്നത്തെ ഡോക്ടർ തന്നെ പറയാം അല്ലേ, പപ്പേട്ടനൊന്ന് കാണാൻ വന്നേട്ടോ. കുറേ ദിവസമായി എപ്പോഴാ വിചാരിക്കുന്നത്. നിങ്ങളിപ്പോൾ കടയിലൊക്കെ വരാണ്ടായിട്ട് കുറേ ദിവസമായല്ലോ. അപ്പം നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാ. പിന്നെ ചായ കുടിച്ചോ? ചായ കുടിച്ചു. ഞാനിങ്ങനെ വിചാരിക്കലുണ്ടായിരുന്നു, പുഷ്പം ഉണ്ടായിരുന്നല്ലോ, സമയം ഉണ്ടായിട്ടാണ് കാണണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കലുണ്ട്. പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ നമ്മളെ കണ്ണിക്കോയിലെ കൃഷ്ണന് പറഞ്ഞ് കുറേ ഇവിടെ ഇരുന്ന് പറഞ്ഞ് പോയി. അങ്ങനെ എല്ലാവരും വരും. ഇവിടെ അധികം ചെറുനേട്ടനാവില്ല. വന്നാൽ 10 മണി 9 ആയിക്കാൻ വരും. ഒരു 11 മണി വരെ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. ശരി, പഴയ സുഹൃത്തുക്കളൊക്കെ വരലുണ്ടല്ലേ? ഒക്കെ വരും, പഴയതൊക്കെ വരും. ആരൊക്കെ വരലുണ്ട് ഇവിടെ. ഇപ്പം ഏകദേശം എത്ര വയസ്സായി? 82ാമത്തെ വയസ്സാണ്. 82 വയസ്സ്. അന്ന് വലിയൊരു വയസ്സൊന്നുമല്ല. നിങ്ങളൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെ ജീവിച്ച ആളുകളാണല്ലോ. അങ്ങനെ പോയതാണ്. പിന്നെ അന്നൊക്കെ നിങ്ങളൊരു ചെറിയ മരുന്ന് മതി നമുക്ക്. ജലദോഷം ആയിക്കോട്ടെ, പനി ആയിക്കോട്ടെ, അങ്ങനത്തെ അസുഖങ്ങൾ അന്നത്തെ ആളുകൾക്ക് വരിക. ഇന്നത്തെ അങ്ങനത്തെ മാരക അസുഖങ്ങളൊന്നും അന്ന് അങ്ങനെ ഇല്ല. പക്ഷേ അന്നത്തെ ആ മരുന്ന് നിങ്ങൾ കൊടുക്കുന്ന, അന്നത്തെ അസുഖത്തിന് നിങ്ങൾ കൊടുക്കുന്ന ആ മരുന്ന് മതി ശരിക്കും. ഇന്നത്തെ മാരിയിൽ ജലദോഷം ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കൈപ്പുണ്യം ഉണ്ടായില്ല നിങ്ങൾ കൊടുക്കുന്ന മരുന്നിന്. ഇന്നത്തെ കാലത്തൊക്കെ പറഞ്ഞാൽ അലോപ്പതി ഡോക്ടർമാർ ജലദോഷത്തിന് പോയി കഴിഞ്ഞാൽ 4 ഗുളിക ചെയ്തു. അതിലൊരു ഗുളിക മാത്രമേ ജലദോഷത്തിനുള്ളൂ. ബാക്കി 3 ഗുളികയും ജലദോഷത്തിൻ്റെ ഗുളിക കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള അല്ലേ. പക്ഷെ അന്ന് അങ്ങനല്ല. നിങ്ങൾ പോകല്ലേ? നിങ്ങൾ കാണാൻ വന്നത് കണ്ടോട്ടെ. ആണോ? ഇതാ വൈദ്യരെ കാണാൻ വൈദ്യരൊരു പഴയ ചങ്ങാഴ്ച വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾ പോവാ? പഴയ നാടകങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? വൈദ്യർ മാത്രമല്ല കേട്ടോ, നാട്ടിലെ ഒരു കലാകാരനും കൂടിയായിരുന്നു. പഴയ നാടക നടനാണ്. കൂടത്തായിൽ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ നിങ്ങളെപ്പോലെ കുറേ ആളുകളുണ്ടായിരുന്നു നാടകത്തിനെ സ്നേഹിച്ച അല്ലേ അപ്പോട്ടാ? നാടകം പിന്നെ നമ്മൾ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെ നാടകത്തിൻ്റെ സ്റ്റേജ് അന്ന് ബോർഡൊക്കെ വെക്കായിരുന്നു. രണചേതന ഒരുപാട് കാലം അവസാനം പിന്നെ അതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനതിൽ രണചേതനൻ്റെ സെക്രട്ടറി ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവസാന സമയത്ത്. പിന്നെ അത് ആരും മെനക്കെടാൻ ആരും ഇല്ലാണ്ടായി. ഇയാളുണ്ടായിരുന്നു പിള്ള. എവിടെയുള്ള? കൃഷ്ണനായ കൂടി മൊടൂര. മൊടൂരല്ല, ഇവിടെ ഇവിടെ ഭാഗത്ത് ഇവിടെ ഇലക്ട്രിസിറ്റിക്കാരനായിരുന്നു. ഇലക്ട്രിസിറ്റിയിലുള്ള ആണപ്പെണ്ണുങ്ങൾ അയാൾക്കൂടെ അയാളെ എനിക്ക് വലിയ പരിചയമല്ല. പഴയ നാടകങ്ങൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പോൾ രണചേതന, പിന്നെ വേറെ രണചേതനൻ്റെ അവതരിപ്പിച്ച നാടകങ്ങൾ, നിങ്ങൾ അവതരിപ്പിച്ച നാടകങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഓർമ്മയുണ്ടോ? നിങ്ങൾ അഭിനയിച്ച നാടകങ്ങൾ പേര് ബുക്കൊക്കെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു. പഴയ ബുക്കൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? എല്ലാം മറന്നുപോയി. അന്ന് ശ്രീരഞ്ജിനിയൊക്കെ അല്ലേ ഉണ്ടല്ലോ, അന്നത്തെ നാടകമായിട്ട് നടക്കുന്നത്. നല്ല നമ്മളിവിടെ പിന്നെ രാമചന്ദ്രൻ
അഭിനയിക്കാൻ വരാനെല്ലാം നമുക്ക് പിന്നെ ഇത് വരല് അഭിനയിപ്പിക്കാൻ വരല് ആ ഒരു ആളുണ്ടായിരുന്നു താമരശ്ശേരി നമ്മളെ അവേലത്ത് ദാമോദരൻ. ദാമോദരൻ അവേലത്ത് ദാമോദരേട്ടൻ്റെ അവസാനത്തെ നാടകമെന്ന് എനിക്ക് തോന്നുന്നു വിഷസർപ്പത്തിന് വിളക്ക് വെക്കരുത്, രണചേതന അവതരിപ്പിച്ച അവസാന നാടകമെന്നാണ് എനിക്ക് തോന്നുന്നത്. പേര് ഒന്നും കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ മറന്നു പോയി എനിക്ക്. അന്ന് നമ്മളെ തുപ്പൻ ശ്രീധരേട്ടന്, പി ശ്രീധരേട്ടന്, അങ്ങനത്തെ കൊല്ലം നല്ല ആളുകളുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഇപ്പോൾ പോയി. ആ നല്ല കലാകാരനായിരുന്നു. പിന്നെ കെ ടി സഹദേവൻ നല്ല എല്ലാ ഇതിലും ആണല്ലേ. സഹദേവനെ പറ്റി നാടകത്തിൽ പറയുകയാണെങ്കിൽ 100 നാവല്ലേ. അവന് പണിക്കില്ലായിരുന്നു ഇവിടെ, ലൈൻമാൻ ഓർമ്മ ഉണ്ടോ? പണിക്കര് അയാള് വിന്നേഴ്സിലുള്ള ആനുവെല്ലാം കൂടി അവനെ അഭിനയിക്കുന്നല്ലോ, നാടകം അഭിനയിക്കുന്നു ഉണ്ടല്ലേ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് കാണുന്നത് അയ്യപ്പൻ വിളക്കിന്, എനിക്ക് തോന്നുന്നു ഞാൻ അച്ഛൻ്റെ കയ്യും പിടിച്ചാണ് കൂടുതൽ അയ്യപ്പൻ വിളക്കിന് വരുന്നത്. അന്ന് നമ്മളെ സ്റ്റേജ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെ തലക്കൽ ആ കിണറിൻ്റെ അടുത്തായിട്ടാണ് അന്ന്, കിണറിൻ്റെ അടുത്തായിട്ടാണ് അന്ന് പിന്നെ ഇതുള്ളത്, സ്റ്റേജുള്ളത്. അവിടെ പിന്നെ പോസ്റ്റ്മാൻ കൃഷ്ണൻകുട്ടിയും പിന്നെ പോസ്റ്റ്മാൻ കൃഷ്ണൻകുട്ടി അതേപോലെ മത്തായി ഇവരൊക്കെ കൂടി അഭിനയിച്ച മത്തായി അന്ന് ഹാസ്യ കഥാപാത്ര. ആ നാടകമൊക്കെ നല്ല ഗംഭീരമായിട്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ഹാസ്യമായിരുന്നു. ഹാസ്യ കഥാപാത്രം അന്ന് മത്തായി അവതരിപ്പിച്ച്. പൽപ്പന മാഷ്. എന്തായാലും ഇപ്പം നാടകങ്ങളൊന്നുമില്ല കൊടുത്തായിൽ. പണ്ട് കാലത്ത് കൊടുത്തായിൽ നാടകത്തിനൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു, ഒരുപാട് നല്ല കലാകാരന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെ നല്ല കലാപ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും താല്പര്യമില്ല. രാമകുട്ടി മാഷൊക്കെ സംഘാടകനായിരുന്നു, നല്ല സംഘാടകനായിരുന്നു. പ്രഭാരനാര് വാര്യത്ത്, പിന്നെ ബാലൻ നായർ, അവിടുന്നൊക്കെ ഒരുപാട് നാടകങ്ങൾ അവരെ മുറ്റത്തുനിന്ന് അഭിനയിച്ച റിഹേഴ്സൽ ചെയ്ത നാടകങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട്. പ്രഭാരേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അവസാന സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് നാടകങ്ങൾ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഒരു ഓർമ്മ തന്നെ, അങ്ങനെ പറയാം അല്ലേ. ഇന്നത്തെ കാലത്ത് നല്ല കുറേ ഓർമ്മകൾ. ഇപ്പൊ കുറേ ആയിട്ട് കുറേ അല്ല ഇപ്പൊ കടയിലേക്കൊക്കെ വരാതെ ആയിട്ടല്ലേ. ഞാനിവിടെ വരുമ്പോ പാതിരാകല്ലോ പോയാൽ നാളെ അഭിനയിക്കാനൊക്കെ പോയാലോ. ആയിക്കോട്ടെ, കുറേ ആയി നിങ്ങളെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. ചായ കുടിച്ചോ? ഓ ചായ ഇപ്പൊ കുടിക്കാനോ? ഓഹോ ചായ കുടിച്ചിട്ട് ഞാൻ മതി. എന്നാ ആയിക്കോട്ടെ അപ്പേട്ടാ. ഏതായാലും നിങ്ങളെന്ത് പിന്നെ കാണണമെന്ന് കുറേ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും, പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്ക്. ഓർക്കൊക്കെ ഒന്ന് കാണാമല്ലോ ഏതായാലും ഇങ്ങനൊരു വീഡിയോ കൂടി. അത് മണിയേട്ടനാ തോന്നുന്നുണ്ട്. മണിയേട്ടാ, ഞാൻ നിങ്ങൾ അച്ഛനൊന്ന് കാണാൻ വേണ്ടി വന്നാ. അപ്പോൾ അച്ഛന് പഴയ നാടകങ്ങളെക്കുറിച്ചും പഴയ കഥകളൊക്കെ ഒന്ന് പറഞ്ഞപ്പേ, അച്ഛൻ ഇവിടെ കുറേ പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആ പുസ്തകം ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുപോകും, പഴയ നാടകങ്ങളെ. അതൊക്കെ തപ്പിയെടുക്കണം നമുക്ക് കേട്ടാ. വൈദ്യരെ മോൻ വന്നിട്ടുണ്ടോ? മണിയേട്ടൻ നമ്മുടെ ചങ്ങായി. അച്ഛനെ കുറച്ച് ആളുകൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം, പഴയ ആളുകൾക്കൊക്കെ ഒന്ന് കാണട്ടെ അല്ലേ. കുറേ ദിവസമായി അച്ഛനൊന്ന് കാണാൻ പറ്റാൻ വിചാരിക്കുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പണ്ട് കൂടത്തായാലൊക്കെ ഇങ്ങനെ നിന്ന ആളുകൾ കുറേശ്ശെ പ്രായമാകുന്നതനുസരിച്ച് ഇങ്ങനെ കാണാതാവും. ഈ കാണാതായ ആളുകളൊന്നും കൂടുതൽ ആളുകളൊന്നും അങ്ങനെ തിരഞ്ഞു വരില്ല. തിരഞ്ഞില്ല, പിന്നീട് പോവും. പിന്നെ അങ്ങനെയൊക്കെയാണ് ലോകം അല്ലേ. അപ്പോൾ അത് ജീവിച്ച സമയത്ത് നിങ്ങൾ എന്തായാലും ഈ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു ഡോക്ടർ തന്നെയായിരുന്നു. ഒരുപാട് ആളുകൾക്ക് മരുന്ന് കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അല്ലേ. അഭിമാനിക്കാൻ പറ്റുന്ന ഡോക്ടർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ആയിക്കോട്ടെ അപ്പട്ടാ. ഓക്കെ, എന്നാൽ ഞാൻ പിന്നെ ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. ശരി. അങ്ങനെ കേട്ടോ.